ഹലോ മിനി റാബിറ്റ്സ്. ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു മിനി ബുക്കാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള മിനി ബുക്കാണ്. നമുക്ക് എല്ലാവർക്കും പണ്ടേ ക്യൂട്ട്നെസ്സിനോട് നല്ല താല്പര്യമായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെ കേട്ടോ മിനി ബുക്ക്. നമുക്ക് ചെറിയ ചെറിയ കോഡ്സൊക്കെ എഴുതി വെക്കാനും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാനും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് മിനി ബുക്ക്. അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന നമ്മുടെ ഈ സോപ്പ് ബോക്സ് പോലത്തെ കുറേ ഐറ്റംസ് നമ്മളെ വീട്ടിൽ വെറുതെ കിടക്കുന്നുണ്ടാവും. അതൊക്കെ എടുത്തിട്ട് ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കിയാൽ നമുക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഒരു സോപ്പ് ബോക്സ് എടുത്തിട്ട് നമുക്കൊന്ന് മെഷർമെൻറ്റ് എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ എടുത്ത അളവിനനുസരിച്ചിട്ടാണെങ്കിൽ 8 സെൻറ്റിമീറ്ററാണ് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ബുക്കിൻ്റെ വലിപ്പം കൂട്ടണമെങ്കിൽ നിങ്ങൾ അളവും കൂട്ടിയാൽ മതി. അപ്പോൾ ഞാനൊരു 8 സെൻറ്റിമീറ്റർ ആയിട്ട് അളന്നെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 സെൻറ്റിമീറ്ററുമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് വലിപ്പം കൂട്ടണമെങ്കിൽ 4 ഉള്ളത് ഒരു 8 ആക്കാം, 8 ഉള്ള ഒരു 16 ഒക്കെ ആക്കിയാൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ബുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓളൊന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക. അങ്ങനെ നമ്മളിതൊന്ന് വെട്ടിയെടുക്കണം കേട്ടോ. നന്നായിട്ട് പതുക്കെ ഒന്ന് വെട്ടിയെടുത്താൽ മതി. അങ്ങനെയാണ് ഇതൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നടു ഫോൾഡ് ചെയ്ത് വെക്കണം. കാരണം നമ്മളെ ബുക്കിൻ്റെ ചട്ടയായിട്ടാണ് കേട്ടോ നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതൊന്ന് കറക്റ്റ് സെൻറ്റർ ആക്കിയിട്ട് ഒന്ന് മടക്കി വയ്ക്കാം. വീട്ടിലൊക്കെ ചുമ്മാതെ ഇരിക്കുമ്പോൾ ഇതുപോലത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പം നമുക്ക് തന്നെ ഒരു സന്തോഷമാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് നടു ഫോൾഡ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പേജാണ് കേട്ടോ. നമുക്ക് കുറേ പേജ് വേണമെങ്കിൽ അതിനനുസരിച്ച് ആക്കാം. അപ്പോൾ ഞാൻ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് നമ്മൾ എങ്ങനെയാണോ ബുക്കിന് അളവെടുത്തത് അതുപോലെ തന്നെ കേട്ടോ അളവ് എടുക്കേണ്ടത്. എന്നാലും നമുക്ക് കറക്റ്റ് പേജസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനെന്ത് ചെയ്തു, അളവ് എടുക്കാൻ പോവാണ്. നമ്മൾ 8 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററുമാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ 4 സെൻറ്റിമീറ്റർ വലുപ്പത്തിലാണ് കേട്ടോ എടുക്കുന്നത്. ഇതുപോലെ 4 സെൻറ്റിമീറ്റർ അളവെടുക്കാം. ആദ്യം നമ്മൾ 8 സെൻറ്റിമീറ്റർ എടുത്തിട്ട് നടുവ് കൂടെ വരയ്ക്കണം കേട്ടോ. എന്നാലും നമുക്ക് ആ ഒരു വീതി കിട്ടത്തുള്ളൂ. അങ്ങനെ എന്താക്കിയിട്ട് പിന്നെ നമ്മൾ 4 സെൻറ്റിമീറ്റർ അങ്ങനെ ഓരോരോ പാർട്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 4 സെൻറ്റിമീറ്റർ ഉള്ളത് അതുപോലെ പാർട്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ലൈൻ വരച്ചിട്ട് 8 സെൻറ്റിമീറ്ററിലുള്ള ലൈൻ വരച്ചതിന് ശേഷം ഇതുപോലെ 4 സെൻറ്റിമീറ്റർ അളന്ന് ഇങ്ങനെ കൊടുക്കാം. അങ്ങനെ നമുക്ക് എത്രയാണോ വേണ്ടത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ 4 സെൻറ്റിമീറ്റർ ഇങ്ങനെ വരട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ടേബിളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്താണ് നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം എന്നൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ഇത് 4 സെൻറ്റിമീറ്റർ ആക്കിയിട്ട് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്ന ഇത് മുന്നേ നമുക്കൊന്ന് വരച്ച് കൊടുക്കാം. വരച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി പെട്ടെന്ന് മനസ്സിലാവും എവിടേക്കാണ് നമ്മൾ മാർക്ക് ചെയ്തത് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ ഇതുപോലെ ഞാൻ കാണിക്കുന്ന പോലെ വരച്ച് കൊടുക്കാം കേട്ടോ. വരച്ചിട്ട് വെട്ടുന്നതാവും ഒന്നും കൂടി എളുപ്പം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഇതുപോലെ നമുക്ക് വെട്ടിയെടുക്കാം. ഞാൻ അതിന് മുന്നേ ഒന്ന് വരച്ചിരുന്നു കേട്ടോ, വരച്ചിട്ടുണ്ട്. ഞാൻ വരച്ചതിന് ശേഷമാണ് കേട്ടോ വെട്ടിയത്. ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഈ വരച്ച ഭാഗം നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ. ഈ 4 പീസ് 5 പീസ് ഉള്ളത് നമുക്കിങ്ങനെ വെട്ടി കൊടുക്കാം. പേജിൻ്റെ എണ്ണം കൂട്ടുന്നതിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യുന്ന അളവും കൂടാമല്ലോ. നമുക്ക് ബുക്കിന് കുറേ പേജ് വേണമെങ്കിൽ നമ്മൾ ഇഷ്ടം പോലെ കുറേ ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാതും ഇതുപോലെ തന്നെ മുറിച്ചിട്ടെടുത്താൽ മതി. ഈ മുറിച്ച് വെച്ച കഷ്ണങ്ങളൊക്കെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. മാറ്റി വയ്ക്കുന്നതിന് മുന്നേ നമുക്ക് ഇതൊന്ന് നടു ഒന്ന് ഫോൾഡ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ എല്ലാതും ഒന്ന് നടു ഫോൾഡ് ചെയ്തിട്ട് വേണം മാറ്റി വയ്ക്കാനായിട്ട്. ഇങ്ങനെ നമ്മളെല്ലാതും നടു ഫോൾഡ് ചെയ്യാൻ പോവാണ്. നമ്മളെ കയ്യിലുള്ള
ഓരോന്നും ഇതുപോലെ നടു ഫോൾഡ് ചെയ്ത് വെക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാതും ഇങ്ങനെ നടു മടക്കിയിട്ടുണ്ട്. ഈ നടു മടക്കിയത് നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് നേരത്തെ നമ്മളെ കാർഡ്ബോർഡ് ഒന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അതിനായിട്ട് നമുക്ക് ഗമ്മ് തേച്ചിട്ട് നമുക്കൊരു വൈറ്റ് പേപ്പർ അതിൻ്റെ മേലെ ഒട്ടിച്ച് വെക്കാം. അപ്പോൾ നമ്മൾ ചട്ട കാണാതെ ഇരിക്കാനാട്ടോ, ഈ സോപ്പിൻ്റെ കൂടാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പ്ലെയിൻ ആയിട്ടുള്ളതാണെങ്കിൽ ഇങ്ങനെ ഒട്ടിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് കളർ A4 അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിച്ചാലും നമ്മുടെ ബുക്കിൻ്റെ ചട്ട നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ. നിങ്ങളുടെ അടുത്തുള്ള കളർ പേപ്പറൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഈ ഒട്ടിച്ച് വെച്ച ഇത് നമുക്ക് ഈ ബാലൻസ് വന്നിട്ടുള്ള പേപ്പറൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്യാം. പിന്നെ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് മക്കൾക്കൊന്നും ഒരു പണിയും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനത്തെ ഓരോ മിനി ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാൻ നല്ല രസമാണല്ലോ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണെന്ന് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളിത് ഒന്നിൻ്റെ ഉള്ളിലായിട്ട് ഒന്നായിട്ട് അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഫോൾഡ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ എല്ലാതും ഒന്നിൻ്റെ ഉള്ളിലാക്കിയിട്ട് വെച്ചിട്ട് കൊടുക്കാം. ഇനി നിങ്ങളുടെ അടുത്ത് ഇതുപോലെ വെക്കുന്നതിനനുസരിച്ച് ഒട്ടിച്ചാലും മതി പശ വെച്ചിട്ട്. ഇനി നിങ്ങളുടെ അടുത്ത് സ്റ്റാപ്ലർ ഉണ്ടെങ്കിൽ സ്റ്റാപ്ലർ വെച്ചിട്ടൊന്ന് പിൻ ചെയ്തെടുത്താലും മതി കേട്ടോ. ഞാൻ ഇവിടെ സ്റ്റാപ്ലർ വെച്ച് പിൻ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് പിൻ ചെയ്യുമ്പോൾ ഈ ചട്ട കൂടി കൂട്ടിയിട്ട് നിങ്ങൾക്ക് പിൻ ചെയ്യണമെങ്കിൽ അങ്ങനെ പിൻ ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങനെ പിൻ ചെയ്യാത്തത് സ്റ്റാപ്ലറിൻ്റെ പിന്ന് പുറത്തേക്ക് കാണും എന്ന് വിചാരിച്ചിട്ടാട്ടോ, ചട്ടേൻ്റെ പുറത്തേക്ക് കാണും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചട്ട കൂട്ടാതെ പിന്നടിക്കുന്നത്, പേപ്പർ മാത്രം പിന്നടിക്കാൻ കാരണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് കുഴപ്പമില്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ വെച്ചിട്ട് പിൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതൊന്ന് പിൻ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നമുക്ക് ഒരു പിൻ തന്നെ മതിയാവും, കാരണം നമ്മളൊരു മിനി ബുക്കാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വേണമെങ്കിൽ ഇനിയും പിന്നടിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പേജൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടില്ലേ നോക്കാം. പിന്നെ ഈ ഷാർപ്പൊക്കെ നല്ല ക്ലിയർ ആക്കി കൊടുക്കണം. ഇതിൻ്റെ ഷാർപ്പൊക്കെ നമ്മൾ വെട്ടിയെടുത്ത് മിസ്റ്റേക്ക് ഉണ്ടാവും, അതുകൊണ്ടാവും. ഇങ്ങനെ ഷാർപ്പൊക്കെ ഒന്ന് മര്യാദക്കാക്കി വെട്ടി വെക്കുക. എല്ലാ ഭാഗത്തും ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ വെട്ടി വെച്ച ഈ ബുക്ക് നമുക്ക് എന്ത് ചെയ്യാം, പശ തേച്ചിട്ട് ഈ ചട്ടേൻ്റെ മുകളിലൊന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഗ്ലൂ തേച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇങ്ങനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ബുക്കിനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഹാർഡ് ഷേപ്പാണ് ഞാൻ കൊടുക്കുന്നത്. ഇങ്ങനത്തെ ഒരു ഹാർഡ് ഷേപ്പ് നമ്മുടെ ബുക്കിൻ്റെ അറ്റത്തൊന്ന് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ബുക്ക് തുറക്കുമ്പോൾ തന്നെ നമുക്കൊരു അടിപൊളി ഫീൽ തന്നെയാവും. അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാ പേജസിലും ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയിലായിട്ട് വരും കേട്ടോ. അപ്പോൾ തന്നെ കാണാൻ നമ്മളെ ബുക്ക് നല്ല ക്യൂട്ടായിട്ടുണ്ട്. ക്യൂട്ടായിട്ടുള്ള ബുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലത്തെ എല്ലാ സ്റ്റിക്കേഴ്സ് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പ്ലെയിൻ ആയിട്ട് ഉപയോഗിക്കുക. സ്റ്റിക്കേഴ്സും കൂടി വരുമ്പോഴാണല്ലോ ഒരു ക്യൂട്ട്നെസ് വരിക. അപ്പോൾ നമ്മൾ ക്യൂട്ട്നെസ്സിന് വേണ്ടിയിട്ട് ഒരു ബാർബീനും കൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ എൻ്റെ അടുത്തുള്ള കുഞ്ഞു കുഞ്ഞ് ഐറ്റംസാണ്. അപ്പോൾ ഞാനൊരു സ്റ്റാറും കൂടി വെച്ചിട്ടുണ്ട്, ആ ബ്ലൂ മാച്ച് ആവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കതൊന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു മാസ്കിംഗ് ടാപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ മാസ്കിംഗ് ടാപ്പ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നിലത്തൊന്ന് ഒട്ടിച്ചിട്ട് നമുക്കൊരു ബ്ലൂ കളറായിട്ടുള്ള സ്കെച്ച് എടുത്തിട്ട് ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ബുക്കൊന്ന് അടയ്ക്കാനും തുറക്കാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്കൊരു രസത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ഇതിങ്ങനെ നന്നായിട്ട് കളർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് സെല്ലോ ടേപ്പ് പോലെ കളറായിട്ടുള്ള സെല്ലോ ടേപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിച്ചാലും മതി. ഇനി ഇതുപോലെ ഞാൻ ഈ ഒരു ബുക്കിൻ്റെ
മുകളിൽ ഒട്ടിക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കാം. അതുപോലെ ഒട്ടിച്ചെടുക്കുക. അപ്പം നമ്മുടെ ബുക്കൊക്കെ പെട്ടെന്ന് ഇങ്ങനെ മെസ്സി ആയിട്ട് കിടക്കത്തില്ല. അപ്പം നല്ല വൃത്തിക്ക് തന്നെ ഒരു സ്ഥലത്ത് വെച്ച സ്ഥലം പോലെ ഇരിക്കും, വെച്ചെടുത്ത് തന്നെ ഇരിക്കും, നല്ല വൃത്തിയിൽ. അതുപോലെ ഞാൻ വേറെ ഒന്നും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു സ്മൈലീൻ്റെ അതും കൂടി. സ്മൈലിയിൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, പ്ലെയിൻ ആയിട്ടുള്ള ബുക്കാണ്. ഇതുപോലെ നിങ്ങൾക്ക് ക്യൂട്ട്നെസ്